ലൈവ് അപ്ഡേറ്റ് ആണ്. പിന്നെ ജാസ്മിന്റെ കുറെ അന്തങ്ങൾക്കുള്ള മറുപടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിൽ വെറും തീ ഇട്ട എന്ന് പറഞ്ഞവർക്കെതിരെ സായി മാസാണെന്ന് അടിച്ച് കാണിക്കുകയാണ് ചെയ്തത്. അതിന് പുറമെ ലൈവിൽ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനിവിടെ കൊടുക്കാം. ലൈവിൽ ഒരു മാസ് പെർഫോമൻസ് സായി കാഴ്ച വെച്ചിട്ടുണ്ട്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് സാധനം തൂക്കിയെടുത്ത് അത് ആർക്കെങ്കിലും മനസ്സിലായോന്നും എനിക്കറിയില്ല. അപ്പോൾ സംഭവം ഞാൻ പറയാം. സായി ഒരു ഗെയിമർ, മാസ് ഗെയിമർ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം മൈൻഡിൽ വേറെയാണ് ആൾ. ഇത്രയും മണ്ടനല്ല. കാരണം ഇത്രയും നെഗറ്റീവുള്ള ഒരാളുടെ കൂടെ പോയി നിന്ന് ആൾക്ക് പുറത്തുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ സായിയുടെ മനസ്സിൽ അതിൻ്റെതായ സാധനം ഉണ്ടായിരുന്നിട്ട് തന്നെയാണ്. പിന്നെ പോയി കയറി ഉടനെ അടിയും വഴക്കും ഉണ്ടാക്കുന്നതല്ല മാസ്. ക്രൂക്കട്ട് മൈൻഡിൽ കളിക്കുന്നതാണ് അതിനേക്കാൾ മാസ്. സായിയുടെ ആ ഒരൊറ്റ കളി കൊണ്ട് അവിടെ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടായത്. ഒരു എപ്പിസോഡ് ലാലേട്ടൻ വന്ന് മൊത്തം ജബ്രി കോംബോ പറ്റിയായിരുന്നു സംസാരം. അമ്മാതിരി എഫക്റ്റാണ് സായി അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ലൈവിൽ നടന്ന ഒരു സാധനം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. എൻ്റെ മോനെ മാരകൈട്ടോ എന്നേ ഞാൻ പറയത്തില്ല, ഞാൻ കൊടുക്കാം. ഈ സാധനം എന്താണെന്ന് നിങ്ങൾ പിടിയില്ല. അവിടെ ഇന്ന് വൈകിട്ടുള്ള എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സെറ്റപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗ്രൂപ്പിനെ കളിയാക്കിക്കൊണ്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ അഭിഷേകും നമ്മുടെ മറ്റേ ഇവരുണ്ടല്ലോ, അവരുടെ പേരും മറന്നുപോയല്ലോ, മറ്റേ നന്ദന, ഇവർ രണ്ടുപേരും കൂടി ജാസ്മിൻ ഗബ്രി ക്യാരക്ടറാണ് അവിടെ അഭിനയിക്കുന്നത്. അപ്പോൾ അടുത്തിരുന്നും കൊണ്ട് സായി പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് കേട്ടാ, ഡ്രൈവറാണ്, ഡോക്ടറാണ്, പ്ലംബറാണ്, ഈ സാധനം സായി ഫിരിയേറ്റി കൊടുക്കുക. ഇതെന്താ ഐറ്റം എന്നറിയാമോ? അവിടെ ജോണി സിൻസ് ഇല്ലേ, ജോണി സിൻസ്, അങ്ങേരെ ഒരു ട്രോൾ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇടക്കാലത്ത്. അതായത് ഡ്രൈവറാണ്, പ്ലംബറാണ്, ഡോക്ടറാണ്, പോലീസാണ്, അങ്ങനെ എല്ലാ വേഷത്തിലും വരുന്ന പ്രോൺ വീഡിയോസിൽ എല്ലാ വേഷത്തിലും പല വേഷത്തിൽ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജോണി അത് ട്രോളിങ്ങിൽ കയറ്റിയിട്ടുള്ളത്. ആ ഒരു സാധനമാണ് ഇവിടെ ജബ്രിയും ജാസ്മിനെയും തമ്മിൽ ഈ സായി കണക്ട് ചെയ്ത് പറഞ്ഞ് ആ ഒരു സ്ക്രിപ്റ്റിൽ കയറ്റുന്നത്, മനസ്സിലായോ? അപ്പൊ അമ്മാതിരി ഐറ്റം ബുദ്ധി ഇറങ്ങിയാണ് ആശാൻ കളിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. വേറെ ലെവൽ മൈൻഡിട്ടാണ് സായി ഇവിടെ കളിക്കുന്നത്. ഒരു രക്ഷയില്ല മോനെ, വേറെ എക്സ്ട്രാ ലെവൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആള് അമുങ്ങിയിരുന്ന് കൊണ്ട് അടിക്കേണ്ട സ്ഥലത്ത് സ്പോട്ട് നോക്കിയിട്ട് നല്ല പോയിന്റ് ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ പേര് പറയും ഞാൻ ചിലപ്പോൾ അന്തം ഫാനല്ല. സായി എനിക്കറിയാം. ഈ പറയുന്ന പോലെ റിയാക്ഷൻ വീഡിയോ സായി ചെയ്തു തുടങ്ങിയ കാലം മുതലേ ഞാൻ സായിയുടെ വീഡിയോസ് കാണുന്നതാണ്. ആള് ആ ഒരു സാധനത്തിൽ നിന്ന് മാറി നിന്നിട്ട് ടക്കനെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിന്നപ്പോഴേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ആളെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ആൾ ഇങ്ങനെ ചുമ്മാ ഇത്രയും ഒരു ഇതായിട്ട് നിൽക്കത്തില്ല. ആള് വേറെ ലെവലാണ്, വേറൊരു മൈൻഡ് സെറ്റാണ്. എന്നിട്ട് ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആള് ഗെയിം സ്ട്രാറ്റജി തന്നെ എന്നായി പറയാൻ പറ്റില്ല. നല്ല അന്തസ്സുള്ള ഗെയിം സ്ട്രാറ്റജി, അല്ലാതെ ഗബ്രിയും ജാസ്മിനെയും പോലത്തെ സ്ട്രാറ്റജി അല്ല. ശുദ്ധ അപരാധിത്തരം കാണിക്കുന്ന സ്ട്രാറ്റജി അല്ല. പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നത് ഇതുവരെ ഗെയിമിൽ ആള് കളിക്കുന്ന കളി, ആളുടെ പോയിന്റ്, വായിക്കാത്തന്ന് വരുന്ന വാക്ക് ശ്രദ്ധിച്ചു നോക്ക് എന്താണെന്ന്, അപ്പം കിട്ടും ആളേത ലെവലാണെന്ന്. എന്തായാലും സത്യം ഉള്ള കാര്യം പറയാം. ഒരുപാട് പേര് ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു സായി ഭയങ്കര ബോറാണ്, അതാണ് ഇതാണെന്ന്. പക്ഷെ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട് സായിയുടെ ഗെയിം ഇതാണ്. അടിക്കേണ്ട സ്ഥാനത്ത് അടിക്കണ അടി നന്നായിട്ട് കൊള്ളുന്നുണ്ട്. അവിടെ ഒരു കലഹം മൊത്തം ഉണ്ടാക്കി. സൈക്കോളജിസ്റ്റിനെ വരെ ഇറക്കുന്ന സാധനമാണ് സായി വൈൽഡ് കാർഡായിട്ട് വന്ന് കയറി അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അമ്മാതിരി അടിയാണ് സായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കുന്ന അടി നന്നായിട്ടാണ് കൊള്ളുന്നത്, ചെറുതായിട്ടല്ല, തട്ടിമുട്ടിയല്ല പോകണം, നന്നായിട്ട് കൊള്ളുന്നുണ്ട്. എന്തായാലും ഈ ജാസ്മിൻ ഫാൻസിനെയും ഈ ജാസ്മിന്റെ കരച്ചിലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മൂപ്പൻ പറയും, നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മൾ കണ്ടിരുന്നത് ഇങ്ങനെ പോയി എന്ന് വിചാരിച്ചെടുത്ത് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരുമിക്കും. അപ്പൊ ആലോചിച്ച് നോക്കണം, ഇവരെന്തിനാണ് ഈ ആൾക്കാരെ മണ്ടന്മാരാക്കുന്നത്, അല്ലെ? അപ്പൊ ജാസ്മിനും ഗബ്രിയും ഇവരെ അഥവാ ജാസ്മിനെയും ഗബ്രിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പോലും മണ്ടന്മാരാക്കാണ്, ഇമോഷണലി മണ്ടന്മാരാക്കാണ്. കാരണം നിങ്ങളെ മുമ്പിലേക്ക് കരയുമ്പോഴും സിമ്പതി പിടിച്ചു പറ്റുന്ന സമയത്തും അവർ ചെയ്യുന്നത് ടാക്ടിക് ആണെന്ന് അവർ ജാസ്മിൻ തുറന്ന് സമ്മതിച്ചതാണ്. അത് ലൈവിൽ കണ്ടവർക്ക് മനസ്സിലാക്കണം. ജാസ്മിൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മൾ ഒരുമിച്ച് നമ്മളിങ്ങനെ പോകുന്നു, നമ്മൾ അകന്നു പോകുന്നു വിചാരിക്കും, നമ്മൾ അകന്നു പോകത്തില്ല. അപ്പൊ ഈ അകന്നു പോകാൻ വേണ്ടിയിട്ട് കാണിച്ച കരച്ചിലും നാടകങ്ങളും ബഹളങ്ങളും വഴക്കുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കൺഫഷൻ റൂമിന്റെ അകത്ത് പോയിരുന്ന് കരഞ്ഞതെല്ലാം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പൊ എന്താ സംഭവം? ഔട്ട്സൈഡേഴ്സിലെ പുറത്തുള്ളവർ എന്ന് പറഞ്ഞാൽ കല്ലി വലി, അകത്തുള്ളവർ എന്ന് പറഞ്ഞാൽ കല്ലി വലി, നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരിക്കലും അകലത്തില്ല എന്ന് പറയുന്ന ആ ജാസ്മിന്റെ തന്ത്രം,
അഥവാ ആ ഒരു കുതന്ത്രം ഈ രണ്ടുപേരും കൂടെ ചെന്ന് പ്ലാൻ ചെയ്ത് അകത്ത് കയറി ആ ഒരു പരിപാടി നിലവിൽ എക്സിക്യൂട്ട് ചെയ്ത് അവരതിൽ തന്നെ വിജയിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മൂക്കള കരച്ചിൽ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, സീരിയസ്ലി നിങ്ങളോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സഹതാപമുണ്ട്. കാരണം നിങ്ങൾ ഇവരോട് ഉള്ള ഗെയിമർ എന്നുള്ള ലെവലിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, തീർച്ചയായിട്ടും അതിലൊക്കെ. ബട്ട് നിങ്ങളെ സഹതാപത്തിന്റെ നമ്മുടെ സെന്റിമെന്റ്സിന്റെ പുറത്ത് അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരാ. ഇവിടെ സെന്റിമെന്റലിന്റെ പുറത്തോ കാര്യങ്ങളൊന്നുമല്ല, ഈ മൂപ്പൻ പറയുന്ന കറക്റ്റ് പോയിന്റാ. പക്ഷേ ഈ ജാസ്മിന്റെ ഫാൻസിൽ കുറെ മൂക്കള ടീംസ് ഫാൻസ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ബുദ്ധിയും ബോധവും വിവരമില്ലാത്തവര്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിയുടെ വളർച്ചയെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള വൃത്തികെട്ട നിലവാരമില്ലാത്ത നിലപാടുകളും സ്റ്റേറ്റ്മെന്റുകളും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ടീംസ്. സ്ത്രീകളടക്കം എടുത്ത് പറയുകയാണ്, സ്ത്രീകളടക്കം. കാരണം അതിന്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്രയും നിലവാരവും ഇല്ലാത്ത ആൾക്കാർ സൊസൈറ്റിയിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛം തോന്നുകയാണ്. അത് എനിക്ക് ഇൻഡയറക്റ്റ്ലി ഉള്ള ഒരു കോണ്ടാക്റ്റ് അല്ല അത് വന്നത്. ഞാൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെട്ട ചർച്ചയിൽ നടന്ന സംഭവമാണ്. വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ തൃപ്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റിലാണ് ആ ഗ്രൂപ്പ് ചർച്ച എനിക്കന്ന് ഫീൽ ചെയ്തത്. എന്നെ റിമൂവ് ചെയ്തു, ഓക്കെ ഫൈൻ. പക്ഷെ നിങ്ങൾ ആ വീഡിയോ, ഈ വീഡിയോ കണ്ട് ആ വീഡിയോ കാണാത്തവരെ എൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക. വളരെ മോശമായ സ്റ്റേറ്റ്മെന്റുകളും നിലപാടുകളും ഉള്ളവരാണ് ഈ ജാസ്മിൻ ടീംസ് എന്ന് എനിക്ക് മനസ്സിലായി. അത് ജാസ്മിൻ്റെ അന്തം ടീംസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ജാസ്മിൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ജാസ്മിൻ ഒരാളെ തേച്ച് അടുത്തയിലോട്ട് പോകുന്നതെല്ലാം ശരിയാണ്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു സ്നേഹം, ബന്ധങ്ങൾക്ക് വിലയില്ല. എന്തോ ഒരു കോൺട്രാക്ട് ബേസിലാണ് ഈ ലൈഫ് പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. വളരെ വിയോജിപ്പ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടുകളാണ് അവർ കാഴ്ചവെക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇരിക്കട്ടെ. അപ്പോൾ ഈ മൂപ്പൻ പറഞ്ഞു വന്നതും കഴിഞ്ഞ വീഡിയോ ആയിട്ട് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത 2 പോയിന്റ്സ് കൂടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് പറഞ്ഞു പോയത്. അപ്പം ഞാനിവിടെ വ്യക്തമായി പറയാം, സായിയുടെ ഗെയിം എൻ്റെ മോനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സായി ഉണ്ടാക്കുന്ന ഓരോ ഇമ്പാക്റ്റും ചെറിയ രീതിയിൽ സായി 1-2 ടോക്കൺ കിട്ടും, ആ സാധനം നന്നായിട്ട് കൊള്ളും. ഇപ്പം തന്നെ ഈ അഭിഷേകിനെയും നന്ദനയും കൂടി ആ ഒരു ആക്ടിങ്ങിൽ അവർ ടീമായിട്ട് ചേർന്നിട്ട് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി മൊത്തത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എതിർ ടീമുകളൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പരിപാടിയാണ്. അപ്പം ഇതിൽ തന്നെ പ്ലംബർ, ഡോക്ടർ, ടീച്ചർ, ആ സാധനം കയറുമ്പോൾ എനിക്ക് ഉടനെ കത്തി. സായി ആ സാധനം തന്നെയാണ് ഇറക്കി, അതിൽ വേറെ മാറ്റമില്ല. 100-110%. അഭിഷേകം അവിടെ നിന്ന് അടുത്തിരുന്ന് സായി 2 പറഞ്ഞ് 1 കൂടി ചേർത്ത് അഭിഷേകം. അത് മൊത്തത്തിൽ കാൽക്കുലേഷൻ. കാരണം അവരുടെ റിലേഷൻഷിപ്പ് കാണുമ്പം എല്ലാവർക്കും ഒരു പ്രണയമാണെന്ന് തോന്നുന്നില്ല, ഒരിക്കലും തോന്നത്തില്ല. അതൊരു പ്രണയമാണ്, അതൊരു ലവാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണെന്ന് തോന്നത്തില്ല. അത് ഈ ലവ്വോ അല്ല, ഫ്രണ്ട്ഷിപ്പോ അല്ല, ഒരു വൃത്തികെട്ട ഒരു രീതിയിലുള്ള ഒരു ബന്ധമാണെന്ന് കാണുന്ന ഏവനും മനസ്സിലാവും. അത് തന്നെയാണ്. സായിയൊക്കെ നല്ല ആടിയ പൊളിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടാ. അത് സായി കയറി വരുന്നെന്നല്ല, സായി കയറി വന്ന് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ സായിയിൽ വേറൊരു രീതിയിലാണ് നോക്കുന്നത്. കാരണം സീക്രട്ട് ഏജന്റ് കാറിൻ്റെ അകത്തിരുന്ന് കട്ടയ്ക്ക് പ്രതികരിക്കുന്നു, ഇപ്പോൾ ഇവിടെ വന്നിട്ട് അണഞ്ഞിരിക്കുന്നു. അല്ല, സായി അണഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി, ഷുവർ. ഇപ്പോൾ സായി ഒരുപാട് പേര് ട്രോള് കാറ് തന്നെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, സായി കയറി വരും, സായിയുടെ ഗെയിം പ്ലാൻ വേറെയാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.